ആ രേഖകളിൽ 950 സിദ്ദീഖ് സേട്ട് കൊടുത്തിട്ടുള്ള രേഖകളിൽ കൃത്യമായി പറയുന്നത് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടി ഈ കോളേജിൻ്റെ ഉന്നമനത്തിന് അത് ഉപയോഗിക്കാമെന്നാണ്. ആ ക്രയവിക്രയ സ്വാതന്ത്ര്യം അനുവദിച്ച് കൊണ്ടുള്ള ആ ആധാരത്തിൻ്റെ ആ ഗണ്ണിക ഉപയോഗപ്പെടുത്തിയാണ് കോളേജ് പല ഘട്ടങ്ങളിലായി ഈ ഭൂമി വിറ്റിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ പണം കൊടുത്ത് വാങ്ങിയതാണ്. ആ വാങ്ങിയ മനുഷ്യരെ ഒരു കാരണവശാലും ഈ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആ വിഷയത്തിലുള്ള ഒന്നാമത്തെ നിലപാട്. രണ്ടാമത്തെ നിലപാട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത് കോടതിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടവരുമാണ് അത് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കപ്പെടുമ്പോഴും ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടി ഫറൂഖ് കോളേജിന് കിട്ടി ഇവിടുത്തെ മനുഷ്യർക്ക് വിറ്റിട്ടുള്ള ഈ ഭൂമി അവർ അനുഭവിക്കാൻ അത് ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ശബ്ദമുയർത്തുന്ന എന്താ പറയുക മുസ്ലിം ചില സംഘടനകളുണ്ട്. നമുക്ക് അവരോട് ബഹുമാനമുണ്ട്, എല്ലാ ആദരവും നിർത്തിക്കൊണ്ട് അവരോട് പറയാണ്. ഒരു ആദ്യമായിട്ട് മതത്തിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ കൺസേൺ അവരത് പരിഗണിക്കേണ്ടത്. ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധനാണ്. വളരെ കൃത്യമായി ഖുർആൻ പറയുന്ന കാര്യമാണ്. പരിശുദ്ധമല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കില്ല. അതാണ് ഇതിൻ്റെ ക്രക്സ്. അപ്പം പരിശുദ്ധമല്ലാതെ ഒരു വിഭാഗത്തെ വേദനപ്പെടുത്തിക്കൊണ്ട് 1 സെൻറ്റിമീറ്റർ ഭൂമി ഈ പറയുന്ന സർവശക്തനായ ദൈവത്തിന് ആവശ്യമില്ല. അപ്പം ഒരു വിഭാഗം ആളുകളെ വേദനപ്പെടുത്തിക്കൊണ്ട് അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി വഖഫ് എന്ന 2-3 അക്ഷരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് അല്ല ആ വിഷയത്തെ കാണേണ്ടത്. വളരെ വിശാലമായ മനസ്ഥിതിയോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് ഇത്. മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. ആ മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിൽ അതിനെ മറ്റൊരു രീതിയിൽ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ കുടുംബത്തിനെ വഴിയിറക്കണം എന്നുള്ള വാദഗതിയോട് ഞങ്ങൾ യോജിക്കുന്നില്ല, ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മറ്റു കയ്യേറ്റക്കാർ, മറ്റു ഈ പറയുന്ന റിസോർട്ട് മാഫിയകൾ, ഇവിടുത്തെ എന്താ പറയുക കള്ള് കച്ചവടക്കാർ, അവരെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ വഴിയിൽ അതിനെ നേരിടേണ്ട, അവരെ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ടവരാണ്. പക്ഷേ പണം കൊടുത്ത് വാങ്ങിയ ഈ പറയുന്ന മനുഷ്യർ അതിനെ പൂർണ്ണമായും മാനുഷികമായി പരിഗണിക്കേണ്ടതുണ്ട്. ഈ വിഷയം 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിൽ ഇടപെടാത്തത്? പത്രക്കാരായ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ പണം കൊടുത്തൊരു ഭൂമി വാങ്ങുമ്പോൾ ലീഗൽ വാലിഡ് അല്ലാത്തൊരു ഭൂമി എങ്ങനെയാണ് രജിസ്ട്രേഷൻ അതോറിറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക? സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അവിടെ തുടങ്ങുകയാണ്. ഒരു വ്യക്തി ഒരു ഭൂമി വാങ്ങുമ്പോൾ ഈ ആധാരങ്ങൾ പരിശോധന നടത്തി അതിൻ്റെ അടിയാധാരങ്ങൾ പരിശോധിച്ച് അതിൻ്റെ FMB പരിശോധിച്ച് കേരളത്തിൻ്റെ നിയമവിധേയമായ ഭൂമിയാണോ എന്ന് അത് പരിശോധിക്കുന്ന ഉത്തരവാദിത്തമാർക്കാണ്? രജിസ്ട്രേഷൻ വകുപ്പിനാണ്. അതിനാണ് ഒരു രജിസ്ട്രേഷൻ അതോറിറ്റി, ലാൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റി ഇവിടെ ഉള്ളത്. അവരിത് പരിശോധിക്കുന്നു, ഇത് ഭൂമിയാണ്, യഥാർത്ഥ ഭൂമിയായതുകൊണ്ട് രജിസ്ട്രേഷൻ നടക്കുന്നു. അപ്പോൾ അതിന് ആദ്യത്തെ ഉത്തരവാദിത്തമായിരിക്കുക ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം അവിടെ ആരംഭിക്കുക. രണ്ടാമത് ഈ രജിസ്റ്റർ ചെയ്ത ഭൂമി പോക്കുവരവ് നടത്തുന്നു. ആരാ പോക്കുവരവ് നടത്തുന്നത്? ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ പോക്കുവരവ് നടത്തി കൊടുക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിൻ്റെ ഭാഗമാണ്. ഈ ഭൂമി യഥാർത്ഥ ഭൂമി അല്ലെങ്കിൽ എങ്ങനെയാണ് പോക്കുവരവ് നടത്തുന്നത്? അത് കഴിഞ്ഞ് നികുതി എടുക്കുന്നു. 1 വർഷമല്ല 19 കൊല്ലമായി നികുതി എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പൈസ മുഴുവൻ സർക്കാർ എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കൈവശം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വീടുകൾ കെട്ടുന്നു. ഈ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിർവഹിച്ച ഒരു സർക്കാർ നിരുത്തരവാദിത്തപരമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസ് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ നികുതി ഞങ്ങൾ എടുക്കില്ല, നിങ്ങളുടെ ഭൂമി വാലിഡ് അല്ല. ഇതെന്ത് ന്യായമാണ്? ഇതിനെന്ത് ന്യായം? ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് രാജ്യം ഇന്ന് നാട് ഭരിക്കുന്ന സർക്കാരാണ്. ആ സർക്കാരിന് തീർക്കാവുന്നൊരു വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതൊരു വലിയ വിഷയമാക്കി, ഇതൊരു എന്താ പറയുക വർഗീയ വിഷയത്തിലേക്ക് കടക്കത്തക്ക രീതിയിൽ അതിനെ എരിതീയിൽ എണ്ണയൊഴിക്കുന്ന ഈ സ്വഭാവം സർക്കാർ അവസാനിപ്പിക്കണം. ഈ മനുഷ്യരോട് നീതി പുലർത്തണം. ഈ കാര്യത്തിൽ ഈ പറയുന്ന നീതിപൂർവമായ നിലവിൽ ഇവിടെ പണം കൊടുത്ത് വാങ്ങി താമസിക്കുന്ന ആളുകളെ, ജനങ്ങളെ, കുടുംബങ്ങളെ, വ്യക്തികളെ
അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് അറിയിക്കുകയാണ്.